ഹലോ എവരിവൺ, ഇറ്റ്സ് മി രാഹുൽ. വെൽക്കം ടു മൈ ട്രെൻഡ് എഫക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് തന്നെ പോകാൻ ടൈം കളയാതെ. സോ അതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്ത ട്രേഡ്സ് എല്ലാം സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ നിഫ്റ്റിയുടെ പുട്ട് സൈഡിൽ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊടുത്തത് നിങ്ങൾക്ക് അറിയായിരിക്കും SBI കാർഡ് അല്ലേ. SBI കാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എലൈറ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ട്രേഡ്സ് ലൈക്ക് ഒന്ന് നമ്മുടെ ട്രെൻഡ് ഉണ്ടായിരുന്നു, റിലയൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഏതായിരുന്നു ട്രെൻഡ്, റിലയൻസ്, പിന്നെ ഐ തിങ്ക് ദിസ് വൺ ശ്രീറാം ഫിനാൻസ്. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതേപോലത്തെ ട്രേഡ്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതേപോലത്തെ ട്രേഡ്സ് കിട്ടും. സോ നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിസിലോട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ ടൈം കളയാതെ. അതിന് മുന്നേ നമ്മൾ വീക്കിലി ആണല്ലോ. സോ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യാറുന്നതാണ് വേൾഡ് മാർക്കറ്റ് നോക്കാറുണ്ട്. വാട്ട് ഇസ് ദ വേൾഡ് മാർക്കറ്റ് ഡൂയിങ് അല്ലേ. വേൾഡ് മാർക്കറ്റ് നമുക്ക് വീക്കിലിയിൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് വീക്കിൽ എന്താണ് വേൾഡ് മാർക്കറ്റ് ചെയ്തത് അല്ലേ. സോ ഡൗ ജോൺസ് നോക്കിയാൽ നമുക്കറിയാം ഡൗ ജോൺസ് ഒരു കണ്ടിന്യൂസ് ഒരു ഫാളിലാണ്. സോ ഡൗ ജോൺസ് ദ ക്ലിയർ ഡൗൺ ട്രെൻഡ് ഇൻ ഡൗ ജോൺസ്. S&P 500 clear downtrend and Nasdaq clear downtrend. സംഘായി നമ്മുടെ ചൈനയുടെ മാർക്കറ്റ്. സോ ലാസ്റ്റ് വീക്കിൽ ഒരു പുൾ ബാക്ക് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേജർ സപ്പോർട്ടിൽ നിന്ന്. സോ ലാസ്റ്റ് വീക്കിൽ ഒരു ഹാമർ ക്യാൻഡിലാണ് ചൈന ഒരു റിക്കവറി ഷോ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ്റെ ക്ലിയർ ഡൗൺ ട്രെൻഡ്, UK ക്ലിയർ ഡൗൺ ട്രെൻഡ്, ഡാക്സ് ക്ലിയർ ഡൗൺ ട്രെൻഡ് ആൻഡ് കൊറിയയും ലാസ്റ്റ് വീക്ക് ചെറിയ ഒരു പുൾ ബാക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഓൾ ഓവർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് ഡൗ ജോൺസിനെയാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. സോ ഡൗ ജോൺസ് ഒരു ക്ലിയർ ഡൗൺ ട്രെൻഡിലാണ്. സോ നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതും ക്ലിയർ ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ക്ലിയർ ഡൗൺ ട്രെൻഡിലാണ്. സോ നമ്മുടെ മാർക്കറ്റ് ക്ലിയർ ഒരു ഡൗൺ ട്രെൻഡിലാണ് അല്ലേ. ലാസ്റ്റ് വീക്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഇൻവിസിബിൾ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിലാണ്. ഇതിൻ്റെ മുന്നേയും ഡോജി ആയിരുന്നു. ഈ വീക്കിലും എന്താണ് നമ്മുടെ ഒരു ഡോജി, അതായത് ഒരു ഇൻഡിസിഷനാണ് മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ബട്ട് ഇൻഡിസിഷനാണ്. സോ ഇൻഡിസിഷൻ മീൻസ് മാർക്കറ്റ് ഒന്നെങ്കിൽ ലോ ബ്രേക്ക് ചെയ്താൽ താഴോട്ട് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വീണ്ടും ഉണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യണം. അതാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ, അതായത് ഒരു ഇൻവിസിബിൾ ക്യാൻഡിലിന് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ നമ്മുടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡേ ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് ഒരു ബിയറിഷ് മർബൂസു ക്യാൻഡിലാണ്. സോ ദിസ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഫോർ മാർക്കറ്റ് ഫർദർ ഫാൾ അല്ലേ. സോ നമുക്ക് നാളെ തിങ്കളാഴ്ചത്തെ വ്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. തിങ്കളാഴ്ച മാർക്കറ്റ് ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഈ ഒരു ഏരിയ മാത്രം. ഓക്കെ. അറൗണ്ട് ദിസ് ഏരിയ, ദിസ് ഈസ് അവർ നോ ട്രേഡിംഗ് സോൺ അപ് ടു 22,800. ഈ ഒരു ഏരിയ നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. നോ ട്രേഡിംഗ് സോൺ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഈ ഏരിയ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ, നമ്മുടെ നോ ട്രേഡിംഗ് സോൺ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ നമ്മുടെ മെമ്പേഴ്സിന് അറിയാം. ഈ വീഡിയോ മാത്രം വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മന്ത്ലി നമുക്ക് ഒരു 70 to 80% ഓഫ് വിന്നിങ് പ്രോബബിലിറ്റി ഉള്ള ട്രേഡ്സ് നമ്മുടെ വീഡിയോയിൽ മാത്രം നമ്മൾ അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് തരാറുണ്ട്. സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ ചാർട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം അല്ലേ. സോ ദിസ് ഈസ് എ നോ ട്രേഡിംഗ് സോൺ. സോ നമ്മൾ 22,898 ഈ ഒരു ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. സോ ഒബ്വിയസ്ലി ആസ് പെർ നൗ നിഫ്റ്റി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക. ആസ് പെർ നൗ ഗിഫ്റ്റ് നിഫ്റ്റി 22,816 ആണ്, നമ്മുടെ നിഫ്റ്റി 22,819. സോ ഫ്ലാറ്റ് ഓപ്പണിങ്ങും ഈ റേഞ്ചിലായിരിക്കും ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്ന വെച്ചിട്ട് ഓപ്പൺ ആകുക. സോ സൺഡേ മോർണിംഗ്, അതായത് മൺഡേ മോർണിംഗിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ സിംഗപ്പൂർ നിഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മുടെ പ്ലാൻ ഇതായിരിക്കും. മാർക്കറ്റ് താഴോട്ട് പോയിട്ട്
ജസ്റ്റ് പുൾ ബാക്കിൽ നമ്മൾ സെൽ ഓൺ റൈസ് ആയിരിക്കും നമ്മുടെ പ്ലാൻ. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ നേരെ സെല്ല് ചെയ്യത്തില്ല, നമ്മളൊരു സെൽ ഓൺ റൈസിൽ മാർക്കറ്റ് ഇന്നലത്തെ ലാസ്റ്റ് വീക്കിലോ അതായത് ലാസ്റ്റ് ഡേ ലോ അതായത് ഫ്രൈഡേ ഡേ ലോയിൽ വന്ന് മാർക്കറ്റ് റിജക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് സെൽ ഓൺ റൈസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 22,637 ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 22,480. ദിസ് ഇസ് ദ മേജർ സപ്പോർട്ട്സ് ബിലോ ദിസ് സോൺ. ഓക്കെ, സോ ഈ സോണിൻ്റെ താഴെ നമുക്ക് മേജർ സപ്പോർട്ടായിട്ടുള്ളത് 22,637 22,480 ആയിരിക്കും നമ്മുടെ മേജറായിട്ടുള്ള സപ്പോർട്ട്. സോ ഇവിടെ നമുക്ക് പാർഷ്യലി ബുക്ക് ചെയ്യാം, ഫുൾ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാം. സോ ഒരു ദിവസം കൊണ്ട് ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദിസ് ഈസ് എ ഫൈനൽ സപ്പോർട്ട്. ഇതാണ് നമ്മുടെ മേജർ സപ്പോർട്ട്. ഈ ഒരു മേജർ സപ്പോർട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 21,000 അതായത് 21,000 നിഫ്റ്റി സ്ലിപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. സോ ദിസ് ഈസ് എ ഫൈനൽ സോൺ. നമുക്ക് ഇവിടുന്ന് നിഫ്റ്റി പുൾ ബാക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫൈനൽ സോൺ. നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ഇതാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നാളെ നിഫ്റ്റി ഓൾറെഡി ഐ തിങ്ക് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണിട്ട് ഒരു സെൽ ഓൺ റൈസ് ഒന്ന് റൈസ് ചെയ്തിട്ട് അവിടെ നമുക്ക് സെല്ല് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മൾ ഫുള്ളി ബുള്ളിഷ് ആവണമെങ്കിൽ 23,000 മുകളിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞു 23,000 മുകളിൽ പോയപ്പോൾ നമ്മൾ ഒരു ബൈങ്ങിൽ പോയായിരുന്നു. സോ 23,000 മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ ഒരു ബൈങ്ങിൽ പോകത്തുള്ളൂ. സോ ഈ ഏരിയയിലൊക്കെ നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. സോ ഈ ഒരു റെഡ് ലൈനിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ നിഫ്റ്റി ബൈങ്ങിൽ പോകത്തുള്ളൂ. ബാക്കി ഈ 23,000 താഴെ 23,000 താഴെ എവിടെ കിട്ടുകയാണെങ്കിലും നമ്മൾ സെൽ ഓൺ റൈസ് മാത്രമേ നോക്കുകയുള്ളൂ. ഓക്കെ, സോ നാളെ ഗ്യാപ്പ് ഡൗൺ സിനാരിയോ ആണെങ്കിലും സെൽ ഓൺ റൈസ്, അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ട്രേഡ്, അതായത് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും ഈ രണ്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട്. സോ ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് അവിടെ നല്ല ട്രേഡ്സും ഇൻട്രാഡേ സ്റ്റോക്സിൻ്റെ ട്രേഡ്സും എല്ലാം ഇതേപോലെ SBI കാർഡ്സൊക്കെ നല്ല പ്രോഫിറ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ കാണാം. ഓക്കെ, സോ ഞാനെപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, പ്രൂഫ് ഈസ് ബെറ്റർ ദാൻ പ്രോമിസ്. അതായത് പ്രോമിസിനെക്കാട്ടി ബെറ്റർ പ്രൂഫാണ്. സോ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അക്യൂറസിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസവും കാര്യങ്ങളും വരത്തുള്ളൂ. സോ നമ്മുടെ മൈൻട്രെൻഡ് എന്ന FX ഈ ഒരു കമ്പനി നിങ്ങൾക്ക് തരുന്നതും ഫുള്ളി പ്രൂഫായിട്ടുള്ള കാര്യങ്ങളാണ്. നോ പ്രോമിസ്, നമ്മൾ പ്രോമിസ് കൊടുക്കാറില്ല, ഓൺലി പ്രൂഫ് വി പ്രൊവൈഡിങ്. ഓക്കെ, സോ നാളെ നമ്മുടെ വ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ലോയുടെ താഴെ. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. നാളെ കാണുന്നവരെ ബൈ മാർക്കറ്റിൽ കാണാം. സോ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.